ഹരി ഓം. ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 56-ാമത്തെ ശ്ലോകം. ഷഷ്ഠസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 56-ാമത്തെ ശ്ലോകം. അയം ഹി ശ്രുതസമ്പന്ന ശീലവൃത്തഗുണാലയ ധൃതവ്രതോ മൃദുർദാന്തഃ സത്യവാങ് മന്ത്രവിശുചിഃ. അയം ഹി ശ്രുതസമ്പന്നഃ ശീലവൃത്തഗുണാലയഃ ധൃതവ്രതോ മൃദുർദാന്തഃ സത്യവാങ് മന്ത്രവിശുചിഃ. മന്ത്രവിത് ശുചിഹി എന്നാണ് ആ വാക്ക്. അങ്ങനെ വായിച്ചാൽ കുഴപ്പമില്ല. വിത് ശുചിഹി. അയം ഇവന് ശ്രുതസമ്പന്നൻ, ശ്രുതികളൊക്കെ പഠിച്ചവനാണ്, വേദമൊക്കെ പഠിച്ചവനാണ്. പിന്നെ ശീലവൃത്ത ഗുണാലയ, നല്ല സ്വഭാവം, നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ളവനാണ്. സദാചാരങ്ങൾ, സദ്ഗുണങ്ങൾ, അതിൻ്റെ എല്ലാം വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവനാണ്. മനസ്സ് മൃദുവാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനാണ്. ദാന്ത, സത്യം പറയുന്നവനാണ്. മന്ത്രം അറിയുന്നവനും ശുദ്ധനുമായിരുന്നു. ആര്? അജാമിളൻ. ഞങ്ങൾ അവർ യമദൂതന്മാർ പറയുന്നതാണ്, ഞങ്ങൾ യമപുരത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ ഭാവിക്കുന്ന ഈ ആളുണ്ടല്ലോ, ഈ അജാമിളൻ, അവനെല്ലാം നല്ല സൽസ്വഭാവിയും വേദജ്ഞനായിരുന്നു. ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനാണ്. സ്വഭാവം നന്നായിരുന്നു. സദാചാരം, ക്ഷമ, കാരുണ്യം ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈശ്വരപൂജയൊക്കെ വ്രതങ്ങളൊക്കെ മുടങ്ങാതെ എടുത്തിരുന്നവനാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ളവരെ കൊണ്ടുപോകരുതെന്നാണ് പറയുന്നത്. സത്യം പറയുന്നവനും മന്ത്രജ്ഞനും ശുദ്ധനുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊന്നും ഇല്ലല്ലോ. 57. ഗുരു അഗ്നി അതിഥി വൃദ്ധാനാം ശുശ്രൂഷുർ നിരഹംകൃത സർവബോധ സാധുർ വരെ വായിക്കണം. എന്നിട്ട് മിതവാഗ് അനസൂയക. ഗുരുവാഗ്നി അതിഥി വൃദ്ധാനാം എന്നാണ് വാക്കുകൾ. ഗുരു, അഗ്നി, അതിഥി, വൃദ്ധന്മാർ അവരെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവനും നിരഹംകൃത അഹങ്കാരമില്ലാത്തവനും ഞാൻ ശരീരമാണെന്നുള്ള ഭാവമില്ലാത്തവനും സർവബോധ സുഹൃത്ത്, സർവ പ്രാണികളുടെയും ജീവികളുടെയും സുഹൃത്താണ്. ഒന്നിനെയും ഉപദ്രവിക്കാത്തവനാണെന്ന് ചുരുക്കം. സാധുവാണ്, മിതവാക്കാണ്, അസൂയ ഒന്നുമില്ലാത്തവനായി, അങ്ങനെയൊക്കെയുള്ളവനായിരുന്നു എന്നാണ്. സർവബോധ സുഹൃത്ത് സാധുർ എന്ന് കഴിഞ്ഞിട്ട് നിർത്തുക. പിന്നെ മിതവാക്ക് അനസൂയക എന്നാക്കുക. മിതവാഗ് അനസൂയക എന്നുള്ളത് മിതവാക്ക് അനസൂയക. വാക്ക് അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒന്നിച്ച് വായിച്ചാലും തെറ്റില്ല. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും. മിതവാക്ക് അതിന് നമുക്ക് അറിയാനൊന്നുമില്ല. മിതമായിട്ട് സംസാരിക്കുന്നവനാണ്. അനസൂയക, അസൂയ ഉള്ളവന് അല്ലായിരുന്നു. അപ്പം നമുക്ക് കിട്ടുകയില്ലേ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിരിച്ച് പറഞ്ഞോട്ടെ എന്ന് ഓർക്കുന്നത് കേട്ടോ. ഗുരുവാഗ്നി അതിഥി വൃദ്ധാനാം ശുശ്രൂഷിർ നിരഹംകൃത സർവഭൂത സുഹൃത് സാധുർ മിതവാക്ക് അനസൂയക. ഇങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു. ഏകദാസൗ വനം യാത പിതൃസന്ദേശകൃദ്വിജ ആദായ തഥാ ആവൃത്തക ഫലപുഷ്പ സമിത്കുശാൻ. ഒരു ദിവസം ഇങ്ങനെ കാട്ടിലേക്ക് പോകേണ്ടി വന്നു. എല്ലാവരും നാട്ടിൽ ജീവിക്കുന്നവർക്കൊക്കെ അന്ന് എന്തെങ്കിലും പല അസംസ്കൃത വസ്തുക്കളും കാട്ടിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരണം. വിറകൊക്കെ കാട്ടിലെ പാഴ്മരങ്ങളിൽ അതിൻ്റെ ഒടിഞ്ഞു വീണ കമ്പുകളും ഒക്കെ എടുത്തുകൊണ്ട് വന്നാണ് വിറക് ശേഖരിക്കാൻ. നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കഥകളിലൊക്കെ ഉള്ളൊരു കാര്യമാണ് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയി. ഇപ്പം നമുക്കങ്ങനെ വനമായിട്ടില്ലാത്തതുകൊണ്ട് നാട്ടുപ്രദേശം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെ അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിട്ടേണ്ട സാധനങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി കൂട്ടമായിട്ടും ഒറ്റപ്പെട്ടും അല്ല 3-4 കൂട്ടുകാർ കൂടിയുമൊക്കെ വനത്തിൽ പോയി ചെറിയ ചെടികളുടെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണ്ട ഇലകളോ ഔഷധങ്ങളോ ഒക്കെ പറിക്കാനും വേണ്ടിയിട്ടും വിറക് ശേഖരിക്കാനും ഒക്കെ കാട്ടിൽ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അത് ഓർത്തിരിക്കുക കേട്ടോ. അത് കഥകളിൽ എപ്പോഴും വരുന്നത്. അതെന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു വീട്ടിൽ ഞാൻ നോക്കിയത് തന്നെ. കാട്ടിൽ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് വരുത്തിയാൽ പിന്നെ വിറക് കത്തിച്ചിട്ടുണ്ട്, അതെവിടെയും നമ്മുടെ പറമ്പിൽ തന്നെ കാണും. ഒരു രീതിയല്ലായിരുന്നു അന്നത്തെ സിസ്റ്റം, അങ്ങനെയല്ലായിരുന്നു. പിതൃസന്ദേശകൃത്, പിതാവിൻ്റെ ആജ്ഞയെ അനുസരിച്ചിട്ട് പരിപാലിക്കുന്നവനായിട്ട് വനത്തിൽ പ്രവേശിച്ച് കാട്ടിൽ പ്രവേശിച്ച അസൗ ദ്വിജ, ഈ ദ്വിജൻ ഫലപുഷ്പ സമിത് കുശാൻ, ഫലം, പുഷ്പങ്ങൾ, സമിത്തുകൾ, ദർഭകൾ അങ്ങനത്തെയൊക്കെ
ഈ പ്ലാസിൻ്റെ ഇലയൊക്കെ ഇല്ലേ, അതൊക്കെ പൂജയ്ക്ക് വേണ്ടതാണ്. അതൊക്കെ എടുക്കാനായിട്ട് ഗർഭപ്പുല്ല് ഇതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് താത്ത അവിടെ നിന്ന് ആവൃത്തം മടങ്ങുന്നവനായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പോയി വരുമായിരുന്നു. അപ്പോൾ കിട്ടിയല്ലോ വാക്കുകൾക്ക്. ഏകദാസൗ വനം യാതക പിതൃസന്ദേശകൃത് ദ്വിജഹ. ദ്വിജൻ സന്ദേശകൃത് ദ്വിജഹ ആരാണ്? രണ്ട് ദ്വി എന്ന് വന്നത്, രണ്ട് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് സന്ദേശകൃത്ത് എന്നുള്ളതിൻ്റെ, പിന്നെ ദ്വിജൻ എന്നുള്ളത് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാണ് ദ്വി എന്ന് വന്നത്. സന്ദേശകൃത് ദ്വിജഹ ആദായ തഥാ ആവൃത്തഃ ഫല പുഷ്പ സമിത് കുശാൻ. കുശ എന്ന് പറഞ്ഞാൽ കുശപ്പുല്ല്, ദർഭപ്പുല്ല് എല്ലാ കർമ്മത്തിനും വേണ്ടതല്ലേ, അതുകൊണ്ട് അത് ശേഖരിക്കാൻ വേണ്ടി പോയിരുന്നു. ദദർശ കാമിനം കഞ്ചിത് ശൂദ്രം എന്നാണ് ആ വാക്ക്. കഞ്ചിത്ത് എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുക, പിന്നെ ഛു എന്നുള്ള വെട്ടിയിട്ട് ശൂദ്രം സഹ ഭുജിഷ്യയാ പീത്വാ ച മധുമൈരേയം മദാഘൂർണിത നേത്രയാ. മധുമൈരേയം അതൊരു പ്രത്യേകതരം മദ്യമാണ്, ബ്രാൻഡഡാണ്. പൈഷ്ടി എന്ന മദ്യം എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഞാനത് നോക്കി, പൈഷ്ടി എന്നാണ് ഇതിൻ്റെ പേര്, മദ്യത്തിൻ്റെ പേര്. പീത്വ പാനം ചെയ്തിട്ട് മദാഘൂർണിത നേത്രയ മതം കൊണ്ട് ചതിക്കുന്ന നേത്രങ്ങളോടുകൂടി അവളും മത്തയ മതിച്ചിരിക്കുന്നവളും വിശ്ലധൻ നീവ്യ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ശരിയായ പോലെ അല്ലാതെ ധരിച്ചിരിക്കുന്നത്, എന്നുവെച്ചാൽ അത്ര ശ്രദ്ധയില്ലാതെ ധരിച്ചിരിക്കുന്നവളും ഭുജിഷയ സഹദാസിയോടുകൂടി ക്രീഡന്തം കളിക്കുന്നവനും അന്തികെ സമീപത്തിൽ അനുഗായന്തം ഇവളോട് ചേർന്ന് പാടുവാനും അനുഗായന്തം ഇവളോട് ചേർന്ന് പാടുന്നവനും ഹസന്തം ചിരിക്കുന്നവനും വ്യഭേദം സന്മാർഗത്തിൽ നിന്ന് തെറ്റിയവനും അവളുമായിട്ട് സംഘമുണ്ടായി. നിരപത്രമൻ ആ വാക്ക് ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ, അവൻ ഒട്ടും ലജ്ജയില്ലാത്തവനും ത്രപം ലജ്ജയില്ലാത്തവനുമായ കാമിനം കഞ്ചിത് ശൂദ്രം ആ കാമിയായ ഒരു ശൂദ്രനെ ദദർശ കണ്ടു. വഴിമധ്യേ കാമിയായ ഒരു ശൂദ്രനെ കണ്ടു. അവനോടുകൂടി ഒരു ദാസിയുണ്ട്. ആ ദാസിയുടെ കാര്യം ഒരു ശൂദ്രനെ കണ്ടത്, ശൂദ്രനെ തന്നെയാണ് കേട്ടോ, സ്ത്രീയല്ല, ശൂദ്രനെ തന്നെ കണ്ടു. അവനോട് കൂടി ഒരു ദാസിയുണ്ട്. അവളാണെങ്കിൽ മദ്യത്തിൽ ഇങ്ങനെ മദ്യപാനം ചെയ്ത് മതം നിമിത്തം മതിമറന്നും അശ്രദ്ധയോടെ വസ്ത്രമൊക്കെ ധരിച്ചും മദ്യലഹരിയിൽ ചലിക്കുന്ന കണ്ണുകളോട് അവളും അരികത്ത് നിന്ന് ഇവനും പാടുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലജ്ജയും സദാചാരവും ഒന്നുമില്ലാത്ത രീതി അവന് ഒട്ടുമില്ല, അവൻ്റെ കൂടെയുള്ള ആളിന്. ദൃഷ്ട്വാ താം കാമലിപ്തേന മറ്റേതൊന്നും ഇല്ലല്ലോ അല്ലേ. ദദർശ കാമിനം ശൂദ്രം കഞ്ചിത് ശൂദ്രം സഹ ഭുജിഷ്യ പീത്വാ ച മധുമൈരേയം മദാഘോർണിത നേത്രയ മത്തയാ വിശ്ലധൻ നീവ്യ. അതെല്ലാം നമുക്ക് വായിച്ച് നമ്മൾ വാക്കുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. മദഘോർണിത നേത്രയ മത്തയാ വിശ്ലധൻ നീവ്യ വ്യപേതം നിരപത്രപം ഒരു നാണമില്ലാതെ നിരപത്രപം വ്യഭേദം സന്മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച വ്യഭേദം ക്രീഡന്തം അനുഗായന്തം അവളോടുകൂടി കളിക്കുകയും ഹസന്തം അനയാന്തികെ അങ്ങനെ ഒട്ടും അന്തികെ സമീപത്തിൽ അനുഗായന്തം ഇവളോട് ചേർന്ന് പാടുക. അന്തികെ അവളുടെ സമീപത്ത് നിന്ന് പാടുകയും ആടുകയും ഒക്കെ ചെയ്തുകൊണ്ടിങ്ങനെ നിൽക്കുന്നതായ ഒരു ശൂദ്രനെയും അവളുടെ ഒരു ദാസിയായും കണ്ടു. ദൃഷ്ട്വാ താം കാമലിപ്തേന ബാഹുന പരിരംഭിതാം ജഗാമ ഹൃച്ഛയവശം സഹസൈവ വിമോഹിതഃ. ദൃഷ്ട്വാ താം കാമലിപ്തേന കാമം കൊണ്ട് കാമോദ്ദീപിക ദ്രവ്യത്താൽ ലേപനം ചെയ്യപ്പെട്ടതായ ആ കൈകൊണ്ട് കൈകൾ കൊണ്ട് പരിരംഭിത ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുന്നത് താം ദൃഷ്ട്വ അവളെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വിമോഹിച്ചവനായി ഹൃച്ഛയവശം കാമവികാരത്തെ ജഗാമ പ്രാപിച്ചു നമ്മുടെ ജനാപളനം. ഈ രീതിയിലുള്ള
ആയിട്ട് നടക്കുന്ന അവരുടെ ആ കാമകേളികൾ കണ്ടിട്ട് ഇദ്ദേഹത്തിനും ആ ഒരു വികാരമുണ്ടായി. അങ്ങനെയാണല്ലോ കുഴപ്പങ്ങൾ വരുന്നത്. സ്തംഭയൻ ആത്മനാത്മാനം യാവത് സത്വം യഥാശ്രുതം ന ശശാക സമാധാതും മനോ മദനവേപിതം. സ്തംഭയൻ ആത്മനാത്മാനം അവിടം വരെ. യാവത് സത്വം യഥാശ്രുതം ന ശശാക സമാധാതും അവിടെ നിർത്തുക. മനോ മദനവേപിതം. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്തെങ്കിലും ധൈര്യത്തെയും ശാസ്ത്രജ്ഞാനത്തെയും ഒക്കെ ആലോചിച്ച് ബുദ്ധി കൊണ്ട് മനസ്സിനെ വളരെ ഒന്ന് നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും കാമവികാരം, അതായത് കാമദേവൻ്റെ ആ പ്രവൃത്തി കൊണ്ട് മനസ്സ് നിലയ്ക്ക് നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അതാണ് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഭാര്യയെയും തൻ്റെ കുടുംബത്തെയും ഒന്നും ഓർത്തില്ല. ഈ അതങ്ങ് അത്രയ്ക്ക് പ്രബലമായിരുന്നു ആ വികാരങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് ഏകാന്തത്തിലും ആയിരുന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിലും പറയല്ലേ, വിളിച്ചുകൊണ്ട് പോകും, മാറ്റി വിടും, അല്ലെ അവർ കാണുമെന്ന് ഓർക്കും. ഇതൊന്നുമില്ല, അങ്ങനെ പോയി. തന്നിമിത്ത സ്മരവ്യാജ ഗ്രഹഗ്രസ്തോ വിചേതനഃ. അവിടെയൊക്കെ കോമ ഇടേണ്ടതുണ്ട്. തന്നിമിത്ത സ്മരവ്യാജ വരെ വായിക്കുക. പിന്നെ ഗ്രഹഗ്രസ്തോ വിചേതനഃ താമേവ മനസാധ്യായൻ സ്വധർമാത് വിരരാമഃ. അവളുടെ കാഴ്ചയിൽ, ആദ്യത്തെ പ്രഥമ കാഴ്ചയിൽ തന്നെ മതവികാരമുണ്ടായി. വ്യാജരൂപേണ ദുഷിച്ചിരിക്കുന്ന അവൻ്റെ ആ പ്രാരബ്ധമാകുന്ന ആ ദേവത ബാധിച്ചതിനാൽ, ഈ ദുർദേവത ഈ കാമം എന്ന വികാരം ബാധിച്ചത് കൊണ്ട് ഹിതങ്ങളെയും അഹിതങ്ങളെയും, ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും, നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള വിചാരം ചെയ്യുവാനുള്ള ശക്തി ഇല്ലാതെയായി. എങ്ങനെയാണ് ഏതാണെന്ന് തിരിച്ചും മറിച്ചും ചിന്തിക്കാനുള്ള, ശരി ഏത് തെറ്റേതെന്ന്, അഹിതമേത് ഹിതമേതെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു പ്രജ്ഞ നഷ്ടപ്പെട്ട് അവളെ തന്നെ മനസ്സാ ചിന്തിച്ച് സ്വധർമ്മത്തെ വെടിഞ്ഞു. അതാണ് ആ വെടിഞ്ഞു എന്നുള്ളൊരു വാക്ക് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. സ്വധർമ്മ വിരരാമ, സ്വധർമ്മത്തിൽ നിന്ന് വിരമിച്ചു എന്ന് വെച്ചാൽ പിരിഞ്ഞു പോന്നു അല്ലേ. വിരമിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പെൻഷൻ പറ്റുക എന്നുള്ള വാക്കാണ് ഇപ്പോൾ അതിന് ഉപയോഗിക്കുന്നത്. വിരമിച്ചു, ബാക്കിയൊന്നിനൊന്നും അത് ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. വിരമിച്ചു എന്ന് വെച്ചാൽ അതിൽ നിന്ന് വിട്ടുപോന്നു. അതുപോലെ നമ്മൾ പ്രാരംഭത്തിലൊരു ധ്യാന ശ്ലോകം ചൊല്ലും, വിരാമ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത് അവസാനിക്കുമ്പോഴും വിരമിക്കുമ്പോഴും അതിനകത്തുനിന്ന് നമ്മൾ പിരിഞ്ഞു പോരുമ്പോഴും ഒരു സ്തോത്രം ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്. ആദ്യം ചൊല്ലുന്ന ധ്യാന ശ്ലോകം പോലെ വിരാമ ശ്ലോകമായിട്ടും ചില മന്ത്രങ്ങൾ, ചില അഷ്ടകങ്ങൾക്കും ചില ഇതായിട്ടുള്ള നമ്മുടെ കീർത്തനങ്ങളായിട്ടുണ്ടല്ലോ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന, അങ്ങനെയുള്ളതിന് വിരാമസ്തോത്രം എന്ന് പറയും. ധ്യാനം, അതുപോലെ ധ്യാന ശ്ലോകം, വിരാമശ്ലോകം അങ്ങനെ പറയും. അങ്ങനെ ഉണ്ട് കേട്ടോ ചിലതിനൊക്കെ. വിരമിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുപോരുക, നിർത്തുക, അത് വേണ്ടെന്ന് വെക്കുക. താമേവ തോഷയാമാസ പിത്രിയേണാർദ്ധേന യാവത ഗ്രാമ്യൈർ മനോരമൈ കാമൈഹി. അവിടം വരെ 8 അക്ഷരം. പ്രസീദേത യഥാ തഥാ. താമേവ തോഷയാമാസ പിത്രിയേണാർദ്ധേന യാവത ഗ്രാമ്യൈർ മനോരമൈ കാമൈഹി. പ്രസീദേത യഥാ തഥാ. അത് വളരെയധികം പിതൃധനം എത്ര കിട്ടിയിട്ടുണ്ടോ അത്രയും അവളുടെ സന്തോഷത്തിനായി വിനിയോഗിച്ചു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇടയ്ക്ക് വീട്ടിൽ പോയി, എന്നിട്ട് അവിടുന്ന് ധനമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് അതിഥി സൽക്കാരം, അഗ്നിഹോത്രം, ഗുരുപൂജ ഈ വകയ്ക്ക് വേണ്ടി ഒട്ടും തന്നെ മാറ്റിവെച്ചില്ല. മുഴുവൻ ഇവൾക്ക് വേണ്ടി ചിലവാക്കി. ആ പ്രാകൃതങ്ങളും തൽക്കാലം മാത്രം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്നതുമായ വിഷയങ്ങളെ കൊണ്ട് അവൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പലവിധം പ്രവർത്തിച്ചു. അത് നമുക്കറിയാം, അത് ആ വാക്കുകളിൽ നിന്നൊക്കെ അറിയാത്രേ ഉള്ളൂ. അതായത് അജാമിളൻ സ്വധർമ്മത്തിൽ നിന്ന് നന്നായിരുന്ന ആൾ, അതാണ് പൂർവ്വ വാസനയുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ട്. അദ്ദേഹത്തിന് ആ വയസ്സായപ്പോൾ മനസ്സിലായി തുടങ്ങി ഇത് ശരിയല്ല പോക്കെന്ന്. അപ്പോൾ ആ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. അതിനെ തന്നെ ഓർത്തു വരുന്നു. അതും അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഒന്നുകൂടെ വായിക്കാമേ. താമേവ തോഷയാമാസ പിതൃയേണാർദ്ധേന യാവത. പിതൃ നിന്ന് കിട്ടിയ പിതൃധനം, അതാണ് പിതൃയേണാർദ്ധേന യാവത. അതെല്ലാം അവൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചു. പിതാവിൽ നിന്ന് ശ്രദ്ധിച്ച അർത്ഥം എത്രയുണ്ടോ അത്ര തന്നെ മുഴുവനും.
ഗ്രാമ്യൈർ മനോരമൈ കാമൈ, ഗ്രാമ്യമായ അതായത് പ്രാകൃതമായ കാമൈ പ്രസീദേത യഥാ തഥാ. വിപ്രാം സ്വഭാര്യാം അപ്രൗഢാം കുലേ മഹതി ലംഭിതാം വിസസർജ ആചിരാത് പാപഹ. അവിടെ വരെ 8 അക്ഷരം. വിസസർജ ആചിരാത് പാപഹ സ്വൈരിണ്യാപാംഗ വിദ്ധധീഹി. വിപ്രാം സ്വഭാര്യാം അപ്രൗഢാം കുലേ മഹതി ലംഭിതാം. പ്രൗഢയല്ലാത്തവളും മഹതി കുലേ മഹത്തായ കുലത്തിൽ ലംഭിത പരിണയിക്കപ്പെട്ടവളുമായ വിപ്രാം സ്വഭാര്യ ആ ബ്രാഹ്മണിയായ സ്വന്തം ഭാര്യയെ സ്വൈരണ്യ പാംസുലയായ അവളുടെ അപാംഗവിദ്ധതി കടാക്ഷത്താൽ ഭേദിച്ച ബുദ്ധിയോടുകൂടിയ പാപൻ അചിരാത് ഉടനെ വിസസർജ ഉപേക്ഷിച്ചു. ആ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുക മാത്രമല്ല അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്തു. എന്താ വേണ്ടത്? ഭർത്താവിനെ വശീകരിപ്പിക്കാൻ തക്കവണ്ണം പ്രഗത്ഭ അല്ലാതിരുന്ന ആ സ്വഭാര്യയെ ആയ ബ്രാഹ്മണിയെ തക്ഷണം ഉപേക്ഷിച്ചു. അവളെ ആ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ആ തൻ്റെ പതിവ്രതയായ ആ ഭാര്യയെ ഉപേക്ഷിക്കുകയും ചെയ്തു. പരപുരുഷന്മാരോടുകൂടി ഇങ്ങനെ നടക്കുന്ന ഈ കുലടയായ ഈ സ്ത്രീയുടെ കടക്കണ്ണുകൊണ്ടുള്ള ആ നോട്ടത്തിൽ ഇയാൾ വീണുപോയി. മനസ്സ് അവൾക്ക് അധീനമായി. അതുകൊണ്ട് ഇവൻ എങ്ങനെ പാപിയായിട്ട് ഇവൻ ഭവിച്ചു, പാപിയായിട്ട് തീർന്നു. ആര് പറയുന്നതാണ്? യമദൂതന്മാർ വിഷ്ണു പാർഷദന്മാരോട് പറയുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ വിഷ്ണു പാർഷദന്മാർ പിന്നെ പറയും, അടുത്ത അധ്യായത്തിലാണത് പറയുന്നത്. യതസ്തതശ്ചോപനിന്യേ ന്യായതോ ധനം ബഭാര ആസ്യാ കുടുംബിന്യാഹ. അവിടം വരെ കുടുംബം മന്ദധീരയം. യതസ്തതശ്ചോപനിന്യേ ന്യായതോ ധനം, ന്യായമായിട്ടും ന്യായത അന്യായത, ന്യായത അന്യായത. അപ്പോൾ അന്യായമായിട്ടും തത എവിടെ നിന്നെങ്കിലും ധനം ഉപനിന്യേ ധനം കൊണ്ടുവന്ന് മന്ദധി അയം വിചാരശൂന്യനായ ഇവൻ കുടുംബിനിയായ ഇവളുടെ കുടുംബത്തെ ബഭാര എന്നുവെച്ചാൽ ഭരിച്ചു. ബഭാര എന്ന് പറഞ്ഞാൽ ഭരിച്ചു. അയാൾ കൊണ്ടുവന്ന് കൊടുത്തു, അവളെ ഭരിച്ചു. ന്യായമായ വ്യാപാരം ചെയ്തിട്ടോ അന്യായമായുള്ള കാര്യങ്ങൾ കൊണ്ടോ ഏത് വിധത്തിലെങ്കിലും എവിടെ നിന്നെങ്കിലും ധനം കൊണ്ടുവന്ന് ഈ കുടുംബിനിയായ ഇവളുടെ കുടുംബത്തെ ഇവൻ പോഷിപ്പിച്ചു. അവൻ ഇപ്പോഴത്തെ ഈ ശൂദ്രസ്ത്രീയെ പോഷിപ്പിച്ചു. അവൻ്റെ കർമ്മഫലത്തെ അവൻ തന്നെ അനുഭവിക്കേണ്ടതല്ലേ? വരുമെന്നുള്ള വിചാരശക്തി ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതേ. ആ കാര്യം അവർ പറയുന്ന കാര്യം നമ്മൾ വേറെ വഴിതെറ്റി പോകരുത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ അജാമളൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് യമധർമ്മൻ്റെ ദൂതന്മാർ വിഷ്ണു പാർഷദന്മാരോട് പറയുന്നതാണ്. അവൻ എന്താ ധർമ്മത്തിനും അധർമ്മത്തിനും എന്താണ് ഇവിടെ കാര്യം? എങ്ങനെയാണ് നിങ്ങൾ ധർമ്മവും അധർമ്മവും വ്യത്യസ്തമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് വേർതിരിച്ച് കാണുന്നതെന്ന് വിഷ്ണു പാർഷദന്മാർ ചോദിച്ചതിന് ഉത്തരമായിട്ട് ദൂതന്മാർ പറയുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന അയാൾ ഒത്തിരി പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് അജാമളൻ്റെ കഥ ശ്രദ്ധാപൂർവം പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ അബദ്ധങ്ങളാകും കേട്ടോ. അത് ഓർത്തോണം. കാരണം ഇത്രയൊക്കെ ചെയ്യാം, ഞങ്ങൾക്ക് യൗവനത്തിൽ ഞങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാം. ഞങ്ങൾ വയസ്സാകുമ്പോൾ ഒന്ന് നാരായണനെന്ന് വിളിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു അത് വരാനല്ല ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ പുരാണത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അതിനല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായി വരണം. ഇതൊക്കെ തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അജാമളിനൊപ്പം മോക്ഷം കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നില്ല. അത് നമ്മുടെ കിളിപ്പാട്ടിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മൂലം ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരിൽ നിന്ന് അവസാനം പറയും അത് വിട്ടുകിട്ടി പിന്നെ ബദരിയാശ്രമത്തിൽ പോയി 12 വർഷത്തോളം അദ്ദേഹം ഭഗവാനെ പ്രായശ്ചിത്തം ചെയ്ത് നാമം ജപിച്ചതിന് ശേഷമാണ് കിട്ടുന്നത് മോക്ഷം. അല്ലാതെ അപ്പം തന്നെ കിട്ടിയൊന്നുമില്ല. അപ്പോൾ അത് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം അടുത്ത അധ്യായത്തിൽ അത് ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഉപനിന്യേ ധനം കൊണ്ടുവന്ന് മന്ദധി അയം എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ധനം കൊണ്ടുവന്ന് കുടുംബിനിയ അസ്യ ആ കുടുംബിനിയായി ഇവളുടെ കുടുംബത്തെ ഭരിച്ചു. വാക്കുകളൊന്നും ബഭാരാസ്യ കുടുംബിന്യ അവിടെ നിർത്തണം. കുടുംബം മന്ദധീരയം മന്ദബുദ്ധിയായിട്ടുള്ള ഇവൻ അത് ചെയ്തു. അവന് ബോധമില്ലാതായിപ്പോയി.
ശക്തിയില്ല. അത് മന്ദബുദ്ധിയായി ഇവനത് ചെയ്തു. ആ പാപത്തെ ഞാൻ തന്നെ അനുഭവിക്കണമെന്നുള്ള ബോധം ഉണ്ടായില്ല. യഥസൗ ശാസ്ത്രമുല്ലംഘ്യ സ്വൈരചാര്യാര്യഗർഹിത അവർത്തത ചിരം കാലം എന്നാക്കുക. പിന്നെ അഘായുര് അശുചിർ മലാത്, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അവിടെ എല്ലാ ഈ പുസ്തകത്തിൽ 2 പുസ്തകങ്ങളിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെ രാവിലെ ഞാൻ നോക്കിയിട്ടാണ്. അവർത്തത ചിരം കാലം അഘായുരശുചിർ മലാത് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാലം അഘായുരശുചിർ മലാത്. അപ്പോൾ അവിടെ നമ്മൾ നിങ്ങളുടെ പുസ്തകത്തിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർത്തത ചിരം കാലം എന്നാക്കുക. അവിടെ നിർത്തുക, 8 അക്ഷരമായി. പിന്നെ മാ വെട്ടിയിട്ട് അഘായുർ അശുചിർ മലാത് എന്നാക്കുക. ആ വാക്കുകൾ അഘായു അശുചിർ മലാത്, അശുചിഹി മലാത്. യാതൊന്ന് ഹേതുവായിട്ട് അസൗ അവൻ ശാസ്ത്രത്തെ ഉല്ലംഘിച്ചിട്ട് അതിക്രമിച്ചിട്ട് സ്വൈരചാരി അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവനായിട്ട് ആര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടവൻ, അതായത് ശ്രേഷ്ഠന്മാരാൽ നിന്ദിക്കപ്പെട്ടവനും അഖം പാപം, ആ രൂപമായ ആയുസോട് കൂടിയവനും മലം ഹേതുവായിട്ട് വൃത്തികേട് കാരണമായിട്ട് അശുദ്ധനായിട്ട് ചിരകാലം വളരെ കാലം അവർത്തത വർത്തിച്ചു ജീവിച്ചു. അത്രയും നാൾ അത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. അവർത്തത വർത്തിച്ചുകൊണ്ടിരുന്നുവോ. പിന്നെ പറയുന്നതാ തതയേനം ദണ്ഡപാണി, അതുകൊണ്ട് അങ്ങനെ അവർത്തത വർത്തിച്ചുവോ, എങ്ങനെയൊക്കെ പ്രവർത്തിച്ചുവോ. തത ഏനം ദണ്ഡപാണേ സകാശം കൃതകിൽബിഷം ദേഷ്യാമോ കൃത നിർവേശം. അവിടെ വരെ 8 അക്ഷരം. എത്ര ദണ്ഡേന ശുദ്ധ്യത്തി, അതാണ് ഇവിടെ പ്രശ്നം. അതുകൊണ്ട് കൃത കിൽബിഷം, ആ ചെയ്യപ്പെട്ട കിൽബിഷം പാപത്തോട് കൂടിയവനും അകൃത നിർവേശം ചെയ്യപ്പെടാത്ത പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്യപ്പെടാത്ത പ്രായശ്ചിത്തത്തോട് കൂടിയവനുമായ ഏനം എന്ന് പറഞ്ഞാൽ ഇവനെ ദണ്ഡപാണി, ദണ്ഡം എന്നുവെച്ചാൽ അടി കൊടുക്കുക. യമൻ്റെ ദണ്ഡപാണി എന്ന് പറഞ്ഞാൽ യമൻ, ദണ്ഡം കയ്യിലുള്ളവൻ. ദണ്ഡപാണി എന്ന് പറഞ്ഞാൽ വേറെ ഏത് ദണ്ഡം ധരിക്കുന്നവനും ദണ്ഡപാണി നമ്മൾ പറയാറുണ്ട്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്കും ദണ്ഡപാണി എന്ന് പേരുണ്ട്. ദണ്ഡം കയ്യിലുള്ളത് കൊണ്ടാണ്, വടി കയ്യിലുള്ളതുകൊണ്ട്. കാലിൻ്റെ കയ്യിലുണ്ടത്, അതുകൊണ്ട് കാലിനെ അങ്ങനെ പറയാറുണ്ട്. ദണ്ഡപാണേഹേ എന്നാണ്. ദണ്ഡപാണേ യമൻ്റെ സകാശം കൃതഗൽഭിഷം നേഷ്യാമോ കൃത നിർവേശം നേഷ്യാമഹ, ഞങ്ങൾ പ്രാപിപ്പിക്കുന്നു, ഞങ്ങൾ അവിടെ എത്തിക്കുന്നു. എന്തിന്? എത്ര യാതൊരു സ്ഥാനത്തിൽ ദണ്ഡത്താൽ ശുദ്ധനാകും. ആ ശുദ്ധനാകുന്ന ഒരു സ്ഥലമുണ്ട്, അടി കൊടുത്ത് ശുദ്ധനാകുന്ന, അവിടെ ഞങ്ങൾ കൊണ്ടുപോകും. അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതാണ് ശാസ്ത്ര മര്യാദകളെ ഒക്കെ അതിക്രമിച്ച് 67, 68 ഏതാസവും അവിടെ 2 കൂടെ ഒന്നിച്ച് നമ്മൾ അർത്ഥം എടുത്താലേ നമുക്ക് പറ്റുള്ളൂ. കാരണം അവിടെ ഒരു അവർത്തത വർത്തിച്ചുവോ എങ്ങനെ പ്രവർത്തിച്ചുവോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ അങ്ങനെയുള്ളവരെ അതുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ തുടങ്ങുന്നത്. ശാസ്ത്രമര്യാദയെല്ലാം അതിക്രമിച്ച് സജ്ജനങ്ങളാലൊക്കെ വെറുക്കപ്പെട്ട വിധത്തിലും ശൂദ്രസ്ത്രീയുമായിട്ടുള്ള പാപം ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള ചേർച്ച കൊണ്ട് പാപം ചെയ്തുകൊണ്ട് തന്നെ അധികകാലം കഴിച്ചുകൂട്ടിയ ഇവൻ പാപപരിഹാരത്തിനായിട്ട് ഒരു ധർമ്മവും ചെയ്തിട്ടില്ല. ധർമ്മരാജാവിൻ്റെ സന്നിധിയിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നു. പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. പ്രായശ്ചിത്തം ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കണേ. കാരണം അടുത്ത അധ്യായത്തിൽ അതിൻ്റെ ആ പ്രായശ്ചിത്തം എന്താണെന്ന് പറയും. അല്ലാതെ അജാമളൻ നാരായണൻ എന്ന് വിളിച്ചറിഞ്ഞെ കൊണ്ടുപോയെന്ന് കിളിപ്പാട്ടി പറയുന്നതല്ല സത്യം. സത്യമല്ല, അങ്ങനെയല്ല കഥ. അത് നമുക്ക് അതാണ് കുറച്ചൊക്കെ കിളിപ്പാട്ടി വ്യത്യാസമുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഒരുപാട് അബദ്ധങ്ങൾ അങ്ങനെ നമുക്ക് വായിക്കാനുള്ളൊരു സംസ്കൃത ഭാഷ നമുക്ക് വശമില്ലാതിരുന്ന കാലത്ത് അത് കേരളത്തിലുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മഹാനുഭാവൻ മലയാളത്തിലേക്ക് മലയാളം എന്നൊരു ഭാഷ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണ്. അത് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇത്തരം കൃതികൾ
സ്വന്തം ഭാഷയിൽ സ്വന്തം കൃതിയായിട്ട് തന്നെ എഴുതി. അതിനെ ഒരു ശരിക്കും പറഞ്ഞാൽ മൂലത്തിൻ്റെ ഒരു തർജ്ജമയല്ല ഒരിക്കലും കിളിപ്പാട്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ പഠിക്കുക. അതൊരു സ്വതന്ത്ര കൃതിയാണ്. കഥയൊക്കെ ഏകദേശം ഒന്ന് തന്നെ, പക്ഷെ കഥയിൽ നമ്മൾക്ക് മനസ്സിലാകത്തക്ക വിധവും നമുക്ക് ചേർച്ച ഉണ്ടാകത്തക്ക വിധവും നമുക്ക് ഇഷ്ടം തോന്നിക്കുന്ന വിധവും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എഴുത്തച്ഛൻ വരുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം നേരത്തെ മുൻകൂർ ജാമ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, അതായത് സ്ത്രീ ശൂദ്രാദി, അതായത് ഒരുപാട് അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചമച്ചിരിക്കുന്നതെന്ന് രാമായണത്തിലും ഭാഗവതത്തിലും അദ്ദേഹം നേരത്തെ തന്നെ കിളിപ്പാട്ട് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമായിട്ടോ അത് കിളിപ്പാട്ടൊരു മോശം ഗ്രന്ഥമായിട്ടോ ഒന്നും കരുതേണ്ട. അതൊരു സ്വതന്ത്ര കൃതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ അതൊരു എന്തോ ഒരു തെറ്റ് എന്നാണ്. പക്ഷേ മൂലത്തിൽ അതായത് ഭഗവാന്റെ കഥകളെ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഇപ്പം എത്ര രാമായണങ്ങൾ തന്നെ എത്രയുണ്ട്. കമ്പരാമായണം പോലെ ഒരുപാട് സൂർദാസ് എഴുതിയ രാമായണമുണ്ട്, പിന്നെ വാൽമീകി രാമായണമുണ്ട്, പിന്നെ വ്യാസ എഴുതിയതുണ്ട്, അധ്യാത്മരാമായണം, ഇങ്ങനെ പല രാമായണങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഭാഗവതവും കിളിപ്പാട്ട് ഒരു സ്വതന്ത്ര കൃതിയാണ് എഴുത്തച്ഛൻ്റെ. അതിൽ ഇങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അജാമിളൻ ഒറ്റ വിളിയോടെ പോയെന്ന് പറഞ്ഞ് എല്ലാവരും അതിന് ഒരുങ്ങിയിരിക്കുക. ഇപ്പം എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ എന്ത് വേണമെങ്കിലും തോന്നിയവാസം കാണിക്കാം, എന്തെങ്കിലും ഇഷ്ടം പോലെ ചെയ്യാം, ഞങ്ങളൊക്കെ ഒരു നല്ല ജീവിതം, നല്ല മരണം ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പം അതിന് കുറച്ച് പ്രായശ്ചിത്തം ചെയ്യണം. ആ പ്രായശ്ചിത്തമാണ് നാമജപം. അത് പറയുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ. അപ്പം ഇതൊന്ന് കേട്ടിരിക്കുക, മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഇത് വെറുതെ പഠിക്കുകയല്ലേ. അപ്പം നമുക്കതിൻ്റെ വ്യത്യാസം പലരും ചോദിക്കാറുണ്ട്. അതുമായിട്ടെന്നെ വ്യത്യാസം അതല്ലേ നന്നായിട്ട് മനസ്സിലാകുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നു. എന്താ മനസ്സിലാകുന്നത്? അത് എന്നെ മനസ്സിലാക്കി. അതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല ഒന്നും. അതൊക്കെ വെറുതെ പറയുന്നത്. അവരുടെ ഈണത്തിൽ വായിക്കുമ്പോൾ കേൾവിക്കൊരു സുഖം നമുക്ക് തോന്നാറുണ്ട്. പിന്നെ കുറേ കേട്ട കഥകൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാറുണ്ട്. അല്ലാതെ മലയാള ഭാഗവതം വായിച്ചാൽ മനസ്സിലാകുമെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദേവി ഭാഗവതം അങ്ങനെയല്ല. ദേവി ഭാഗവതം കുറച്ചുകൂടെ ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ മനസ്സിലാകും. പക്ഷേ മൂലം ഈ ശ്രീമദ് ഭാഗവതത്തിനകത്ത് കിളിപ്പാട്ട് നല്ല കഠിനം തന്നെയാണ്. അതത്ര പെട്ടെന്നൊന്നും മനസ്സിലാകാനൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്ര വലുതായിട്ട് മനസ്സിലായിട്ടില്ല അതൊന്ന് വായിച്ചപ്പോഴൊക്കെ. ഇപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കഥയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ തുടക്കം മുതലേ, അതായത് പരീക്ഷത്തിൻ്റെ ഇരിപ്പ് മുതലേ വ്യത്യാസമാണ്. അപ്പോൾ അതിനകത്ത് എഴുത്തച്ഛൻ അത് നമുക്കൊരു വായിക്കാൻ ഇഷ്ടം തോന്നുന്ന രീതിയിലും നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ആണ് അദ്ദേഹം അത് കൂടുതലും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ അജാമിളൻ പാപത്തിന് പരിഹാരം ചെയ്യാത്തതുകൊണ്ട്, പ്രായശ്ചിത്തം ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത് ധർമ്മരാജാവിൻ്റെ സന്നിധിയിലേക്ക്. അവിടെ ദണ്ഡം അനുഭവിക്കണം, അവിടെ കിട്ടുന്ന ശിക്ഷ അനുഭവിക്കണം. അത് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധനായി ഭവിക്കും. അപ്പോൾ പരിശുദ്ധനായി ഭവിക്കും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. ഇതിൻ്റെ ഹിതത്തിനായിട്ട് തന്നെയാണ് ഇവൻ്റെ തന്നെ നന്മയ്ക്കാണ് ഞങ്ങൾ കൊണ്ടുപോകണത്. ഇവൻ നന്നാകണമല്ലോ, ഇവൻ്റെ ആത്മാവ് നന്നാകണം. അപ്പോൾ ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുക, അവന് ദണ്ഡം ഏൽപ്പിച്ച് അവൻ്റെ ആ പാപത്തിൽ നിന്ന് മോചിതനാക്കി അവന് സ്വർഗത്തിലോട്ട് വിട്ടോളാമെന്ന് എന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ യമലോകത്തോട്ട് കൊണ്ടുപോകാമെന്ന്. അതിന് ഞങ്ങളോട് വിരോധിക്കുന്ന ഒരു യുക്തിയുമില്ല. അതുകൊണ്ട് വിഷ്ണുദൂതന്മാരോട് ഇപ്രകാരം ഈ യമദൂതന്മാർ പറഞ്ഞു. തതയേനം ദണ്ഡപാണേ സകാശം കൃതകിൽബിഷം നേഷ്യാമോ കൃത നിർവേശം യത്ര ദണ്ഡേന ശുദ്ധ്യതി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ഷഷ്ഠസ്കന്ധേ നാമപ്രകരണ വൃത്താന്തശ്രവണ നിരൂപണം നാമ പ്രഥമോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.